ക്യാൻസർ പ്രധാനമായും ഒരു ജനറ്റിക് ഡിസീസ് അല്ല. ഇപ്പം 5% ക്യാൻസറുകൾ മാത്രമേ പ്യുവർലി ജനറ്റിക് ആയിട്ടുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ ബ്രസ്റ്റ് അല്ലെങ്കിൽ കോളൻ സി, അതിൽ തന്നെ ചില ഭാഗങ്ങൾ മാത്രമേ പ്യുവർലി ജനറ്റിക് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ ക്യാൻസറുകളും നമ്മുടെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഫുഡ്, സ്ട്രെസ്, പൊല്യൂട്ടൻസ് ഇവയെല്ലാം നമ്മളുടെ എപ്പിജനറ്റിക്സിൽ വരുത്തുന്ന മാറ്റങ്ങളാണ്. നമ്മൾ ഒരു പിയാനോ കണക്കാക്കുകയാണെങ്കിൽ പിയാനോ ആണ് നമ്മുടെ ജീനുകൾ അല്ലെങ്കിൽ ജനറ്റിക്സ്, പിയാനോ പ്ലെയർ ആണ് എപ്പിജനറ്റിക്സ്. നമ്മുടെ എൻവയൺമെൻറ്റ് എങ്ങനെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു അതനുസരിച്ച് ക്യാൻസർ ജീൻ ഓണാവുകയും നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ ഫാമിലിയിലുള്ള ഭക്ഷണ രീതി, സ്ട്രെസ് എല്ലാം മിമിക്ക് ചെയ്യുന്നു. ഈ മിമിക്കിങ് കൊണ്ട് എപ്പിജനറ്റിക്സിൽ വരുന്ന തകരാറാണ് പിന്നീട് ക്യാൻസറായി ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര മുന്നേ നമ്മളുടെ ശീലങ്ങൾ, ആഹാരശീലങ്ങൾ ബെറ്റർ ആക്കുന്നു, അത്രയും മുന്നേ നമ്മൾക്ക് ഈ ജനറ്റിക് ഡാമേജ് കുറയ്ക്കാനും ക്യാൻസർ പ്രതിരോധിക്കാനും സഹായിക്കും.